ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അൽഹംദുലില്ലാഹ്, ഒരു വെള്ളിയാഴ്ച കൂടി റമദാനിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനി കുറഞ്ഞ നാളുകൾ, കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് റമദാനിൽ നിന്ന് ബാക്കിയാകുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അനിവാര്യമായും നമ്മുടെ ചിന്തയിൽ കടന്നു വരേണ്ട ഒരു 4-5 കാര്യങ്ങൾ പറയാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കേൾക്കാനും പറയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം സഹോദരന്മാരെ, എന്തെങ്കിലും നമ്മൾ ബാക്കിയാക്കിയിട്ടുണ്ടോ, പൂർത്തീകരിക്കാനുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. 2-3 ദിവസം ഇനിയും റമദാൻ അവശേഷിക്കുമ്പോൾ ഈ സമയത്തിനകത്ത് ചെയ്തു തീർക്കാൻ കഴിയാവുന്ന, ചെയ്യാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം സക്കാത്തായിരിക്കും. സക്കാത്തിനെ കുറിച്ച് ദീർഘമായി നമ്മളൊരു ഖുത്ബ നേരത്തെ നിർവഹിച്ചിരുന്നു, പറഞ്ഞിരുന്നു. സക്കാത്തും റമദാനുമായി ബന്ധമില്ല, പക്ഷെ റമദാനിലാണ് പലപ്പോഴും ആളുകൾ സക്കാത്ത് നൽകാറുള്ളത്. റമദാനിലും സക്കാത്ത് നൽകാതെ പോയോ എന്ന് നമ്മൾ ആലോചിക്കും. ഈ വർഷത്തെ നമ്മുടെ വരുമാനത്തിന്റെ കണക്ക് നോക്കിയോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്റെ സാലറിയുടെ, എന്റെ കച്ചവടത്തിന്റെ, എന്റെ വരുമാനത്തിന്റെ, എന്റെ ബാങ്ക് ബാലൻസിന്റെ, എന്റെ വീട്ടിലെ സ്വർണത്തിന്റെ സക്കാത്ത് കണക്കുകൂട്ടി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത് നമ്മൾ ആലോചിക്കേണ്ടത്. അതൊരു നിർബന്ധ ബാധ്യതയാണ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പിടികൂടുന്ന അപൂർവം കാര്യങ്ങളിൽ ഒന്നാണ് സക്കാത്ത് നൽകാതിരിക്കുക എന്നത്. മഴ തടഞ്ഞു വെക്കപ്പെടും സക്കാത്ത് നൽകാത്ത സമൂഹത്തിനുമേൽ എന്ന ഹദീസ് നമ്മൾ ഓർക്കണം. പരലോകത്ത് ഇവിടെ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് പരലോകത്തൊരു ഭാരമായി നാളെ കടന്നുവരും, നരകത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ നമ്മൾ മനസ്സിലുണ്ടാകണം. ഒന്നാമതാണ് സക്കാത്ത് നൽകിയോ. രണ്ടാമത്തേത് സ്വദഖ ഇനിയും കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലേ. റമദാൻ എന്നുള്ളത് സ്വദഖയുടെ മാസമാണ്. റമദാൻ എന്നുള്ളത് ദാനധർമ്മങ്ങളുടെ മാസമാണ്. നിർബന്ധ ദാനമാണ് സക്കാത്ത്. കണക്ക് നോക്കി ചില നിർണയിക്കപ്പെട്ട സമ്പത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രം നൽകുന്ന സംഗതി.
സദഖ എല്ലാത്തിലും നൽകാം. കുറച്ചൊക്കെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. ഇഫ്താറുകൾക്ക്, പള്ളികളിൽ നടക്കുന്ന നോമ്പുതുറകൾക്ക്, നാട്ടിൽ നടക്കുന്ന ഇഫ്താറുകൾക്ക്, പാവങ്ങളെ സഹായിക്കാൻ ഈദ് കിസ്വ പോലെയുള്ള പദ്ധതികൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരുന്നു. റമദാൻ കിറ്റുകൾ നമ്മൾ നൽകിയിരുന്നു. അതിലൊക്കെ ചെറിയ ചെറിയ വിഹിതമെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയൽവാസികളായ കുടുംബ ബന്ധത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളെ റമദാനിൽ പോലും പരിഗണിക്കാൻ നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്ര കുറച്ചാണെങ്കിലും അതിൽ നിന്നൊരൽപ്പം, അതിൽ നിന്നൊരു ചെറിയ വിഹിതമെങ്കിലും പാവപ്പെട്ടവന് നൽകാൻ, അനാഥകൾക്ക് നൽകാൻ, അഗതികൾക്ക് നൽകാൻ, ഭക്ഷണമായി നൽകാൻ, പണമായി നൽകാൻ, വസ്ത്രമായി നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ദരിദ്രനായിരുന്നു, മിസ്കീനായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. പ്രവാചകന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുനിഞ്ഞിരുന്ന് ഞരങ്ങുകയും മൂളുകയും ചെയ്തിരുന്നു, വിശപ്പ് സഹിക്കാഞ്ഞിട്ട്. പക്ഷെ ആ പ്രവാചകൻ ധർമ്മിഷ്ഠനായിരുന്നു. ആ പ്രവാചകന്റെ റമദാനിനെ പരിചയപ്പെടുത്തിയത് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യവാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റമദാൻ എങ്ങനെയാണ്? ഒരു കാരക്കച്ചീളെങ്കിലും, ഒരു പിടി അരിയെങ്കിലും, ഒരു 100 രൂപയെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മതത്തെ പരിഹസിക്കുന്നവനെ, മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടോ? ആരാണ് മതനിഷേധി എന്ന് ഖുർആൻ പറഞ്ഞത്? അനാഥകളെ തള്ളിക്കളയുന്നവനാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കാത്തവനാണ്. പാവപ്പെട്ടവന് ഭക്ഷണം നൽകാതിരിക്കുന്നത് മാത്രമല്ല കുറ്റം, അതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതും അതിന് പ്രോത്സാഹനം നൽകാതിരിക്കുന്നതും കുറ്റമാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകത്തെ നമ്മൾ മനസ്സിലേക്ക് എടുത്തു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വതക്ക നൽകാൻ ഇനിയുള്ള സമയമെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. മക്കള് കൊടുത്തിട്ടുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, എന്റെ വാപ്പ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. ഒരു മനുഷ്യൻ അയാൾ നാളെ പരലോകത്ത് വിയർപ്പിൽ നിര്യാണി വരെ, മുട്ടുവരെ, അരവരെ, കടുത്തുവരെ, മൂക്കുവരെ, വേറിവായത്തിൽ ചെവി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് മനുഷ്യന്റെ തിന്മകളുടെ ആഴത്തിനും വിശാലതക്കും അനുസരിച്ച് നിൽക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ, അവിടെ ആളുകൾ നിൽക്കും അവന്റെ സ്വതക്കയുടെ തണലിലായിരിക്കും. മക്കള് സദഖ കൊടുത്ത മക്കൾക്ക് അതിന്റെ തണലിൽ നിൽക്കാം. വാപ്പ സദഖ കൊടുക്ക, വാപ്പാക്ക് അതിന്റെ തണലിൽ നിൽക്കാം. ഭർത്താവ് സദഖ കൊടുത്താൽ ഭർത്താവിന് അതിന്റെ തണലിൽ നിൽക്കാം. ഭാര്യ സദഖ കൊടുത്താൽ ഭാര്യക്ക് അതിന്റെ തണലിൽ നിൽക്കാം. വാപ്പാക്ക് വേണ്ടി മക്കൾക്ക് സദഖ കൊടുക്കാം, അപ്പൊ കിട്ടും. അതല്ലാതെ എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊടുത്തു, എന്റെ വീട്ടിൽ നിന്ന് മദ്രസക്ക് വരിസംഖ്യ കൊടുക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് പെരുന്നാളിന് കൊടുത്തു, എന്റെ വീട്ടിൽ നിന്ന് സദഖ കൊടുത്തു, അതുകൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയോ അയാളുടെ അക്കൗണ്ടിലേക്ക് അത് വരവെക്കപ്പെടുകയോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ 100 ഉണ്ടെങ്കിൽ 10 കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ളവന് ലക്ഷമുണ്ടെങ്കിൽ 1000 കൊടുക്കാൻ കഴിയും. കോടിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാൻ കഴിയും. ഉണ്ടായിട്ട് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും കൊടുക്കാൻ കഴിയുകയില്ല. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, സദഖ നൽകാൻ ബാക്കിയാക്കിയിട്ടുണ്ടോ? നമ്മളത് കൊടുത്തു വിട്ടണം. ഖുർആൻ പാരായണം അത് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണം. ഖുർആൻ അവതീർണമായ മാസത്തിൽ വിശുദ്ധ ഖുർആനിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു തവണയെങ്കിലും ഓതി തീർക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, പിന്നെ എപ്പോഴാണ് സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് ശുപാർശകനാണ് ഖുർആൻ. ആരും കൂട്ടിനില്ലാത്ത ദിവസം അല്ലാഹുവേ, ഇയാളുടെ രാവുകളെ പാരായണം ചെയ്യാൻ വേണ്ടി ഇയാൾ ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്, എനിക്ക് ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അവസരം നൽകണമെന്ന് അല്ലാഹുവിന്റെ മുന്നിൽ ഖുർആൻ നമുക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ പാരായണം ജീവിതത്തിൽ ശീലമാക്കണം. ഉറക്കമൊഴിച്ചോദനം. അതുകൊണ്ട് അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വേറെന്താ? തൗബ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് അല്ലെ? പശ്ചാത്താപമാണ്. പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ
കഴുകി ശുദ്ധീകരിക്കുക എന്നതാണ് റമദാൻ നോമ്പിന്റെ ലക്ഷ്യം. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പ് റമദാനിൽ നോറ്റാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതേ വാചകം തറാവീഹിനെ കുറിച്ച് പറഞ്ഞു, അതേ വാചകം ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞു. മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. അല്ലേ? നോമ്പ് കിട്ടിയിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സുമ്മമത, പിന്നെ എപ്പോഴാണ് അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്ന അള്ളാന്റെ റസൂലിന്റെ വല്ലാത്തൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിനോട് കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞോ എന്നതാണ്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയോ എന്നതാണ്, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയോ എന്നതാണ്. മനസ്സിനെ വെട്ടയാടുന്ന പാപങ്ങളുണ്ടല്ലോ, ജീവിതത്തിലെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വൃത്തികെട്ട ആളുകളുണ്ടല്ലോ, സംഭവിച്ചു പോയ അബദ്ധങ്ങളുണ്ടല്ലോ, പോക്കറ്റിലേക്ക് വന്ന ഹറാമായ ധനമുണ്ടല്ലോ, നാവിൽ നിന്ന് വീണുപോയ കടുത്ത വാക്കുകളുണ്ടല്ലോ, സ്വകാര്യതയിൽ ആരും അറിയാതെ, പ്രിയപ്പെട്ടവൾ അറിയാതെ, പ്രിയപ്പെട്ടവൻ അറിയാതെ, മക്കളറിയാതെ, മാതാപിതാക്കൾ അറിയാതെ സംഭവിച്ചു പോയ പാപങ്ങളുണ്ടല്ലോ. അള്ളാഹുവിന്റെ മുന്നിൽ മനസ്സ് തുറന്നോ, അള്ളാഹുവിനോട് റബ്ബേ ഇനി ഞാനത് ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്തോ. നാഥാ എനിക്ക് പുറത്തു തരണമേ, പരലോകത്തേക്ക് നീട്ടിവെക്കല്ലേ, അള്ളാഹുവേ വിചാരണയിൽ നീ അതെടുക്കല്ലേ, അത് കാരണം എനിക്ക് നീ നരകം തരല്ലേ, എന്റെ ഖബറിൽ എന്നെ ശിക്ഷിക്കല്ലേ എന്ന് ആത്മാർത്ഥമായി പറയാൻ ഈ ഒറ്റയിട്ട രാവുകളിൽ പള്ളിയിലിരുന്ന് നമസ്കാരങ്ങൾക്ക് ശേഷം, രാത്രി നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ബാക്കിയായിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളുണ്ട്, അതിന്റെ സമയമാണ്. വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മനുഷ്യന് സംഭവിക്കുന്ന തിന്മകൾ അല്ലാഹു പുറത്തു തരും. വ്യക്തികൾ തമ്മിലുള്ളതാണെങ്കിലോ അത് വ്യക്തികൾ തമ്മിൽ പൊരുത്തപ്പെടണം. അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മാനസികമായ അകൽച്ചയുണ്ടോ? 30 നാളിലെ നോമ്പ്, 30 ദിവസത്തിലെ തറാവീഹ്, 30 ദിവസം ഉറക്കവഴി ചോദ്യ ഖുർആൻ പാരായണം, നൽകിയ സക്കാത്ത്, കൊടുത്തു വീട്ടിയ സ്വതക്കകൾ, രാവിലെ മുസല്ലയിൽ ഇരുന്ന് ചൊല്ലി തീർത്ത ദിക്റുകൾ അല്ലാഹു സ്വീകരിക്കണോ? അല്ലാഹു സ്വീകരിക്കണോ? മാനസികമായി പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർക്കണം. മനസ്സിൽ അയാളോടൊരു വിഷമം വെച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, മറ്റാളോടൊരു പ്രതികാരം വെച്ച് നടക്കുന്ന ഒരാൾ, വേറൊരാളോട് ഒരു ഷഹന, ഒരു ഖൈല് ഉള്ളിലുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പരസ്പരമുള്ളത് പറഞ്ഞു തീർക്കാൻ നമ്മൾ മടിക്കരുത് എന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോ ഒന്ന് പറഞ്ഞതെന്താ? ചെയ്യാൻ ബാക്കിയുള്ളതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയുള്ളത് തീർക്കാനുള്ള സമയമാണ്. അത് തീർക്കണം, തൗബ ചെയ്യണം, ഖുർആൻ ഓതി തീർക്കണം, അല്ലേ? പിന്നെന്താ? സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, സ്വതക്കകൾ പരിഹരിക്കാനുണ്ടെങ്കിൽ പരിഹരിക്കണം, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം. ഇനിയോ അടുത്തൊരു സക്കാത്തുൽ ഫിത്റിന്റെ ഒരു സമയമാണ്. നോമ്പ് അവസാനിക്കുമ്പോ എന്തിനാണ് സക്കാത്തുൽ ഫിത്ർ? ഫിത്ർ സക്കാത്ത് എന്തിനാ കൊടുക്കുന്നത്? ഫിത്ർ എന്ന വാക്കിൽ തന്നെ അതുണ്ട്, ഇഫ്താർ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നോമ്പിനെ അവസാനിപ്പിക്കുമ്പോൾ നൽകുന്ന സക്കാത്താണ്. തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫഖ് വതുഅമത്തുൽ ലിൽ മസാകീൻ. പ്രവാചകൻ പഠിപ്പിച്ച എന്തിനാ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നത്? മനുഷ്യനാണ്, ഒരു മ്ലേച്ഛമായ കാര്യങ്ങളും നാവിലൂടെ, നോട്ടത്തിലൂടെ, വാക്കിലൂടെ വരാൻ പാടില്ല എന്നതാണ്. പക്ഷെ വന്നുപോകും. എന്തെങ്കിലും വീഴ്ചകൾ നോമ്പിന്റെ പകലുകളിൽ, റമദാനിന്റെ രാവുകളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, നോമ്പിനെ പൂർണ്ണമായും സ്വീകരിക്കുന്നതാക്കി മാറ്റാൻ, ചെറിയ ചെറിയ വീഴ്ചകൾ പുറത്തു കിട്ടാൻ അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ. അതോടൊപ്പം പെരുന്നാളിന്റെ ദിവസം ലോകത്ത് ഒരു വിശ്വാസിയും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന ഇസ്ലാമിന്റെ മഹത്തരമായ ഒരാശയം കൂടിയാണ് നടപ്പിലാക്കപ്പെടുന്നത്. തുഅമത്തുൽ ലിൽ മസാകീൻ. ചെറിയ പെരുന്നാളിന്റെ അന്ന് ഒരു മുസ്ലിമും പട്ടിണി കിടക്കുകയില്ല, ഒരു വിശ്വാസിയും പട്ടിണി കിടക്കുകയില്ല. അതുകൊണ്ട് ആ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തു. അതിന്റെ വിധി എന്താ? നമ്മൾ സദഖ കൊടുക്കുന്നത് പോലെ, വഴിയിൽ കാണുന്ന ആൾക്ക് എന്തെങ്കിലും നൽകുന്നത് പോലെ, വീട്ടിലേക്ക് ചോദിച്ചു വരുന്നവന്റെ കയ്യിൽ നാണയത്തുട്ടുകൾ വെച്ചു കൊടുക്കുന്നത് പോലെയാണോ സക്കാത്തുൽ ഫിത്ർ? ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന അല്ല. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ.
ഫിത്ർ സക്കാത്ത് അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബനാഥനാണ് കൊടുക്കേണ്ടത്, കുടുംബനാഥനാണ് കൊടുക്കേണ്ടത്. ആരുടെ മേലെല്ലാം ഒരു കുടുംബനാഥൻ വീട്ടിലെ അയാളുടെ പേര് സക്കാത്ത് കൊടുത്താൽ മതിയോ? അല്ല. പ്രവാചകൻ പറഞ്ഞു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി മിൻ റമദാന സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വൽ ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. വീട്ടിൽ സ്വതന്ത്രനായ ഓരോ മനുഷ്യന്റെ പേരിലും സക്കാത്ത് കൊടുക്കണം. പണ്ടുകാലത്ത് അടിമത്തം ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ അടിമയുണ്ടെങ്കിൽ ആ അടിമയുടെ പേരിൽ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. പ്രായം ചെന്ന ആളുണ്ടെങ്കിൽ അവരുടെ പേരിൽ കൊടുക്കണം. റമദാനിന്റെ അവസാന സമയം ജനിച്ചു വീണ കുഞ്ഞ്, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ ജനിച്ചു വീണ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ മേലും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. കൊടുത്തുവിട്ടേണ്ടത് കുടുംബനാഥനാണ്, കൊടുത്തുവിട്ടേണ്ടത് കുടുംബനാഥനാണ്. എന്താണ് കൊടുക്കേണ്ടത്? പൈസയാണോ കൊടുക്കേണ്ടത്? വസ്ത്രമാണോ കൊടുക്കേണ്ടത്? മറ്റെന്തെങ്കിലുമാണോ നൽകേണ്ടത്? വളരെ കൃത്യമാണ് ഹദീസിൽ. അതെന്താ? കുന്നാ നുഖ്രിജു യൗമൽ ഫിത്രി ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഅം മിൻ തുആമിൻ വകാന തുആമുനാ അശ്ശഈറു വസ്സബീബു വല്ലഖതു വത്തംർ. ഞങ്ങളുടെ ഭക്ഷ്യവസ്തുവിൽ നിന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഭക്ഷണം അത് ഈത്തപ്പഴമായിരുന്നു, ഗോതമ്പായിരുന്നു, മുന്തിരിയായിരുന്നു എന്നൊക്കെ എണ്ണി പറയുന്നുണ്ട്. അപ്പൊ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയിക്കേണ്ട കാര്യമില്ല, അത് അരിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് സക്കാത്തുൽ ഫിത്റായി കൊടുക്കണം? അരിയായി കൊടുക്കണം. പൈസ കൊടുത്തു വിട്ടിയാൽ മതിയോ? അല്ല, പോരാ, അരി തന്നെ കൊടുക്കണം. മറ്റു വല്ല ഭക്ഷ്യവസ്തുക്കളും കൊടുക്കാൻ പറ്റുമോ? പാടില്ല. നമ്മുടെ നാട്ടിൽ ചെറിയിടത്തൊക്കെ കാണുന്നുണ്ട്. എന്താ സക്കാത്തുൽ ഫിത്റിന്റെ അളവ് എത്രയാണ്? ഒരു സാ എന്നാ പറഞ്ഞത്. ഒരു സാ ഏകദേശം 2.5 കിലോ, 2.200, 2.300, അങ്ങനെ പല അറവും പറയും. ഏകദേശം 2.5 കിലോ, 4 മുത്ത് എന്നാണ് പ്രവാചകന്റെ കൈക്ക്. 4 മുത്ത്, 4 കോരല്, അതാണ് ഒരു സാ. അപ്പൊ ആ 2.5 കിലോ അരിയുടെ പൈസ വിൽക്കും. എന്നിട്ട് അതിന് നമ്മുടെ നാട്ടിലൊരു ഇവിടെ പള്ളിയോടനുബന്ധിച്ച് 110 രൂപയാണ് ഒരു വ്യക്തിക്ക് കണക്കാക്കിയിട്ടുള്ളത്. പൈസ പിരിച്ച അരിയാണ് കൊടുക്കുന്നത്, പൈസ അല്ല കൊടുക്കുന്നത്. അപ്പോ 110 രൂപ ഏകദേശം 2.5 കിലോ അരിയുടെ വിലയും അത് കൊടുക്കാനുള്ള ചെലവാണ്. ആ പൈസ പിരിച്ചിട്ട് അതിന് നമ്മുടെ നാട്ടിൽ കുറച്ച് വില കൂടിയ, ഒരു ഉദാഹരണം പറയണേ, ബിരിയാണികൾ കൊടുക്കുകയാണെങ്കിൽ അത് 2.5 കിലോ ഒരു വ്യക്തിയുടെ പേരിൽ തികയില്ല. പല നാടുകളിലും അങ്ങനെ ചെയ്യുന്നു. അത് ശരിയല്ല. ആ അരിയാണ് കൊടുക്കും, വില കൂടിയ അരിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് 2.5 കിലോ കൊടുക്കണം, ഒരാളുടെ പേരിൽ കൊടുക്കണം. നമ്മളത് പണം കൊടുത്താൽ പോരാ, പച്ചക്കറി കൊടുത്താൽ പറ്റൂല, മറ്റു ഭക്ഷ്യവസ്തുക്കൾ കൊടുത്താൽ പറ്റൂല. പ്രധാന ഭക്ഷണം എന്തോ അത് തന്നെ കൊടുക്കണമെന്നതാണ് ഇസ്ലാമിൽ അതുമായി ബന്ധപ്പെട്ട നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് അതിന്റെ സമയം പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാമ് വരുന്നതിന് മുമ്പ് എന്നാ പറയുന്നത്. പെരുന്നാൾ നമസ്കാരം നടക്കുന്നതിന് മുമ്പ് കൊടുക്കണം. ശവ്വാലിന്റെ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ റമദാനിന്റെ അവസാന നാളുകളിൽ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. നോമ്പ് 28-നോ 29-നോ 30-നോ കൊടുത്താലും അത് പരിഹരിക്കപ്പെടും. ആ ഉത്തരവാദിത്വം വീടും. എപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നതോടുകൂടി ഫിത്ർ സക്കാത്തിന്റെ സമയം അവസാനിക്കും. പിന്നെ കൊടുക്കുന്നത് സക്കാത്തല്ല, സ്വതഖയായി മാറും. അപ്പൊ ഫിത്ർ സക്കാത്തോ അത് നമ്മൾ നിർവഹിച്ചു തീരാത്ത അല്ലാഹുവിനോടുള്ള ഒരു കടമയായി, ഒരു ഭാരമായി അതവിടെ നിലനിൽക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. സമയത്തിന് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഹജ്ജാണെങ്കിൽ ഹജ്ജിന്റെ മാസം ചെയ്യണ്ടേ? അതിന് നേരത്തെ ഒരുങ്ങേണ്ടി വരും. അതിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. ഹജ്ജ് മാസം കഴിഞ്ഞുള്ള ഹജ്ജിയായിരുന്നു പറഞ്ഞാൽ കഴിയില്ല. റമദാനിൽ നോമ്പെടുക്കണം, അനിവാര്യമായ കാരണങ്ങളില്ലെങ്കിൽ.
എന്നതുപോലെ സക്കാത്തുൽ ഫിത്ർ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഒരു നിർബന്ധ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ കുറ്റക്കാരനായി നമ്മൾ മാറും എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോ നോമ്പിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കുടുംബനാഥന്മാരുടെ മേലിൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഫിത്ർ സക്കാത്ത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ മാഷാ അല്ലാഹ് സംഘടിതമായി നൽകുന്നു. ഇന്ന് തറാവീഹോടുകൂടി അതിന്റെ പൈസ സമാഹരിക്കൽ നിർത്തിവെച്ച് വിതരണത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാര്യം എന്തറിയോ, ഇനി നമ്മൾ പെരുന്നാളിലേക്ക് പോവാണ്. നോമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കേട്ടു? തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് കേട്ടു, ഖുർആൻ പാരായണത്തെ കുറിച്ച് കേട്ടു, അല്ലേ? പകലിലെ നോമ്പിനെ കുറിച്ച് കേട്ടു, അത്താഴത്തെ കുറിച്ച് കേട്ടു, നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേട്ടു, റമദാനിലെ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു, നോമ്പ് തുറക്കുമ്പോഴുള്ള ദിക്റിനെ കുറിച്ച് കേട്ടു, നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പ്രതിഫലം കേട്ടു. പെരുന്നാളിലേക്ക് കടക്കുമ്പോഴോ ഇതൊന്നുമില്ല എന്നാണോ? അല്ല. ശവ്വാലിന്റെ ഒന്നിനും ചില പ്രത്യേകതകളുണ്ട്. ഒരു വിശ്വാസി പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഒരു വിശ്വാസിക്ക് പുണ്യം കിട്ടുന്ന സുന്നത്തുകളുണ്ട്. ഞാനത് വേഗത്തിൽ ഓടിച്ചു പറഞ്ഞു പോകാം. ഇതൊന്നും നമ്മൾ മറക്കരുത്. ചിലതൊക്കെ നമ്മൾ യാന്ത്രികമായി ചെയ്യുന്നുണ്ട്. അതൊക്കെ പറയണോ എന്ന് ചോദിക്കുന്നുണ്ടാകും. യാന്ത്രികമായിട്ടല്ല വിശ്വാസിയുടെ ആരാധനകൾ നടക്കേണ്ടത്. നീയത്തോടുകൂടിയാണ്. നീയത്തോടുകൂടി ചെയ്യുമ്പോഴേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. യാന്ത്രികമായി എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ പെരുന്നാൾ ദിവസം കുളിച്ചാൽ അതിന് കൂലിയില്ല. പടച്ചോനെ, പെരുന്നാളിന്റെ സുന്നത്ത് കുളിയാണ് എന്ന് മനസ്സിൽ കരുതുമ്പോഴോ അതിന് അല്ലാഹു ഒരു നന്മയായി രേഖപ്പെടുത്തും. അതിനെ പ്രവാചകന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചതിന്റെ കൂലി കിട്ടും. ഒന്നാമത്തെ കാര്യം തക്ബീറാണ്. എന്താ? മിൻ ഗുറൂബി ശംസി ആഖിരി യൗമിൻ മിൻ റമദാൻ ഇലാ ഖുറൂജിൽ ഇമാം ലിൽ മുസല്ല. റമദാനിന്റെ അവസാന മഗ്രിബ് അവസാനിച്ചു കഴിഞ്ഞാൽ 29 മാസം കണ്ടാൽ, അല്ലെങ്കിൽ മാസം കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കിയാൽ, മാസം കാണണോ കാണണ്ടേ എന്നൊക്കെ ചർച്ചയുണ്ട്. ഹദീസ് വ്യക്തമാണ്, തർക്കമില്ലാത്ത വിധം വ്യക്തമാണ്. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ കണ്ടതനുസരിച്ച് നോമ്പെടുക്കുക, കണ്ടതനുസരിച്ച് നോമ്പ് തുറക്കുക. ഈ ആധുനിക കാലത്ത് കാണണോ, ആകാശത്തുണ്ടായ പോലെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മാസം തന്നെ കാണണോ, മാസം അറിയാൻ ന്യൂമൂൺ സംഭവിച്ചാൽ പോലെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ദീനല്ല. അതൊന്നും ദീനല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതിയെങ്കിൽ പ്രവാചകൻ അങ്ങനെ പറയാമായിരുന്നു. അള്ളാഹുവിന് ഭാവി അറിയാവുന്ന അള്ളാഹുവിന് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരാമായിരുന്നു. കൊണ്ടുവന്നിട്ടില്ല. കണ്ടതനുസരിച്ച് നോമ്പെടുക്കുക, കണ്ടതനുസരിച്ച് നോമ്പ് അവസാനിപ്പിക്കുക, കാണുക എന്നതാണ്. പിന്നെ പറഞ്ഞെന്നറിയാം, മേഘങ്ങൾ മൂടിയാൽ ആകാശത്തുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സിലായ അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിച്ചോളി, അല്ലെങ്കിൽ നോമ്പ് തുടങ്ങിക്കോളി എന്നല്ല പറഞ്ഞത്. മേഘം മൂടിയാൽ, മേഘം മൂടിയാൽ ആകാശത്ത് ചന്ദ്രണ്ടെന്ന് ഉറപ്പാണ്. മേഘം മൂടിയിരിക്കുകയാണ്. അപ്പോഴോ നിങ്ങൾ 30 പൂർത്തിയാക്കണം. അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മാസം തുടങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ രീതി. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കി നോമ്പും പെരുന്നാളും നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ഞാൻ പറഞ്ഞത്. ശവ്വാലിന്റെ 1 തുടങ്ങുന്ന മഗ്രിബുണ്ടല്ലോ, റമദാൻ അവസാനത്തെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ തക്ബീർ സുന്നത്താ. പണ്ടൊക്കെ വീടുകളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു, പാടുകൾ ചൊല്ലുന്നില്ല. പള്ളിയിൽ വന്നാ ചൊല്ലെങ്കിലായി, അത്ര തന്നെ ഉള്ളൂ. തക്ബീർ സുന്നത്തുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലേ? തക്ബീറുകൾ മുഴക്കണം. അതിന്റെ വിവിധ രൂപങ്ങൾ നമുക്കറിയാൻ, ആവർത്തിക്കുന്നില്ല, അറിയുന്ന സംഗതിയാണ്. അടുത്ത ദിവസം പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നതുവരെ തക്ബീർ ചൊല്ലാം. അവിടെ വിദഅത്തുകൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ ഒറ്റയ്ക്ക് തക്ബീർ ചൊല്ലാം, കുറെ ആളുകൾ ഒരുമിച്ച് ചെല്ലുമ്പോ അങ്ങനെ ഒരുമിച്ചാകുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ പണ്ഡിതന്മാർ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരാള് ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന രീതി പ്രവാചകന്റെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ചൊല്ലിക്കൊടുത്ത് ഏറ്റു ചൊല്ലുന്ന രീതി ബിദ്അത്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും ചൊല്ലിയാൽ മതി. അത് പലയിടത്തും അങ്ങനെ നമ്മൾ ചിലയിടത്തൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് പിന്നെ അതൊരു രീതിയായി മാറി, ഒരാചാരമായി മാറി. അങ്ങനെ നബി പഠിപ്പിക്കാത്ത ആചാരങ്ങൾ മതത്തിൽ സ്ഥാനം പിടിക്കാൻ പാടില്ല. പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കുമ്പോ അതങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഇപ്പോ അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ, സാന്ദർഭികമായി പറയണം, അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്. ഇതൊരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ചെല്ലേണ്ടതല്ല. ചിലപ്പോ എവിടെങ്കിലും ആൾക്കാർക്ക് അറിയാത്തോണ്ട് ഒരാൾ തുടങ്ങിയിട്ടുണ്ടാവും.
പിന്നെ അതൊരു രീതിയായി, അത് വേറൊരു രീതിയായി. ഇതുപോലെ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് പോലെ വേറൊരു രീതി. എല്ലാവരും അവരവർക്ക് അറിയുന്നത് പോലെ ചെല്ലാം. ആ ലഫ്ളുകൾ തന്നെ സുന്നത്തിൽ വന്നതല്ല. അതിന് സമാനമായ ഏത് പ്രാർത്ഥനയും ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് ഉത്തരം എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോ പെരുന്നാൾ ദിവസവും ഓരോരുത്തരും ചൊല്ലുക എന്നതാണ് സുന്നത്തായിട്ടുള്ള കാര്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ സുന്നത്ത് പെരുന്നാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. രണ്ടാമത്തത് പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കുളിക്കുക എന്നത് സുന്നത്താണ്. പ്രവാചകനിൽ നിന്ന് അത് തെളിവുദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ. മൂന്നാമത്തത് നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ പുതിയത് ധരിക്കുക, അത് സുന്നത്തായ കാര്യമാണ്. അല്ലെ, എല്ലാവർക്കും പുതിയതുണ്ടാവോ? അതിനാണ് നമ്മൾ സഹായിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ ഈദ് കിസ്വകളൊക്കെ പരിചയപ്പെടുത്തിയത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാകും, മുതിർന്നവർക്ക് ക്ഷമിക്കാൻ കഴിയും, സഹിക്കാൻ കഴിയും. പാവങ്ങളുടെ വസ്ത്രം നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണണം. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് നല്ല ഉള്ളതിൽ പുതിയ വസ്ത്രം ധരിച്ച് പെരുന്നാളിലേക്ക് പുറപ്പെടുക എന്നുള്ളത് ഒരു നല്ല കാര്യത്തിൽപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം എന്തറിയോ? അൽ-അക്ലു ഖബ്ല ഖുറൂജി ഇലൽ മുസല്ല ഫി ഈദിൽ ഫിത്ർ. ചെറിയ പെരുന്നാൾ ദിവസം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോകുക. വലിയ പെരുന്നാൾ ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ മുസല്ലയിലേക്ക് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കഴിച്ചിരുന്നത്? കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാത്ത്. ഏതാനും ഈത്തപ്പഴങ്ങളാണ് കഴിച്ചിരുന്നത്. യഅകുലുഹുന്ന ബിത്ര. നബി ഒറ്റയാക്കിയിട്ടാണ് കഴിച്ചത്. 3 ഈത്തപ്പഴം കഴിക്കും, അല്ലെങ്കിൽ 5 ഈത്തപ്പഴം കഴിക്കും. അങ്ങനെ ഒറ്റയാക്കിയ ഈത്തപ്പഴങ്ങൾ കഴിച്ച് ഫിത്ർ നോമ്പുറക്കാനൊക്കെ കൊണ്ടുവന്ന് വെച്ച ഈത്തപ്പഴങ്ങൾ വീട്ടിലുണ്ടാകും. അത് കഴിച്ചു പോകുക എന്നത് പെരുന്നാൾ ദിവസത്തിലെ പ്രവാചകന്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം പെരുന്നാളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നബി നമസ്കാരത്തിലേക്ക് പോയിരുന്ന വഴിയിലൂടെ അല്ല തിരിച്ചു വന്നിരുന്നത്. രണ്ടും രണ്ട് വഴികളിലൂടെയായിരുന്നു. കൂടുതൽ ആളുകളെ കാണാൻ, കൂടുതൽ ആളുകൾക്ക് പെരുന്നാളിനോടനുബന്ധിച്ച പ്രാർത്ഥനകൾ കൈമാറാൻ, സന്തോഷം പങ്കുവെക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പോയ വഴിയിലൂടെ അല്ലാതെ തിരിച്ചു വീട്ടിലേക്ക് പോവുക. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി നടന്നു പോവുക എന്നൊരു സുന്നത്ത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സാധ്യമല്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായും ആ വാഹനം ഉപയോഗപ്പെടുത്തേണ്ടി വരും. നടക്കുക എന്ന ഒരു സുന്നത്ത് കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം കുടുംബത്തോടൊപ്പം പോവുക. ഞാൻ പള്ളിയിൽ പോയി നിങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കോളിം എന്നല്ല ഒരു വീട്ടിലെ കുടുംബനാഥൻ പറയേണ്ടത്. ആൺകുട്ടികളെ കൂട്ടിപ്പോകാൻ ബാക്കിയുള്ളവരുടെ ഇരുന്നോളി എന്നല്ല കുടുംബത്തിലെ കുടുംബനാഥൻ പറയേണ്ടത്. ഭാര്യയുണ്ടാകണം, മക്കളുണ്ടാകണം, പെൺകുട്ടികളുണ്ടാകണം, ഉമ്മയുണ്ടാകണം, വാപ്പയുണ്ടാകണം. പ്രവാചകന്റെ ഹദീസ് ആരുവരെ? വീട്ടിലെ ആർത്തവകാരികളായ സ്ത്രീകൾ വരെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലല്ല പെരുന്നാൾ നമസ്കാരം നടത്തിയത്. നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഈ പള്ളിമുറ്റത്താണ് നടക്കുക. എന്തുകൊണ്ടാ? പ്രവാചകൻ ഈദ് മുസല്ലയിലാണ് നടത്തിയത്. പള്ളിക്കകത്ത് പ്രവാചകൻ ഈ പെരുന്നാൾ നമസ്കാരം നടത്തിയിട്ടേ ഇല്ല എന്നതാണ്. അത് പുറത്താണ് നിർവഹിച്ചിരുന്നത്. അവിടെ ആരൊക്കെ പങ്കെടുത്തിരുന്നോ? കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും. എന്തൊരു സന്തോഷമാണ്! ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ചൊരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന്റെ ആനന്ദം എത്രയാണ്! അവിടെ ഇരുന്ന് അല്ലാഹുവിനെ ഓർക്കുന്നു, അല്ലാഹുവിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കി റബ്ബിനെ വാഴ്ത്തുന്നു, സ്നേഹം പങ്കുവെക്കുന്നു, സന്തോഷം പങ്കുവെക്കുന്നു, പിരിഞ്ഞു പോകുന്നു. എന്തൊരു സുന്ദരമാണ് ഇസ്ലാമിലെ ആഘോഷം! ഇത് കുറച്ചാളുകൾക്ക് മാത്രം ആഘോഷം, കൂടുതൽ ആളുകൾക്ക് ആഘോഷമില്ല എന്നുള്ള അവസ്ഥയാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്തിനെന്നറിയോ? വീട്ടിൽ പോയി സ്ത്രീകളോടെല്ലാം പെരുന്നാൾ നമസ്കാരത്തിന് വരാൻ ആവശ്യപ്പെടാൻ ഒരു വണ്ടിയറെ പോലെ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ്. ഒരു സ്ത്രീ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഹ്ദാന ലൈസ ലഹാസിൽ ബാബ്. ഞങ്ങൾക്ക് മാന്യമായി ഇസ്ലാമിക വേഷമണിഞ്ഞ് പുറത്തു പോകാൻ ഞങ്ങളുടെ കയ്യിൽ വസ്ത്രമില്ലല്ലോ. ഈ സ്ത്രീകളായി ഞങ്ങൾ പിന്നെ ഇങ്ങനെ പള്ളിയിലേക്ക് വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതുൽബിസാ സ്വാഹിബതു മിൻ ജിൽബാബിഹാ. അവളുടെ കൂട്ടുകാരി അവൾക്കൊരു വസ്ത്രം കടം കൊടുക്കട്ടെ. നിന്റെ അടുത്ത് വസ്ത്രമില്ലേ, വീട്ടിലിരുന്നോന്നല്ല, ഒരു വസ്ത്രം കടം കൊടുത്തിട്ടില്ലെങ്കിലും അവൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തട്ടെ. ആർത്തവകാരികൾ ഇമാമിന്റെ ഉപദേശം കേൾക്കട്ടെ, നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കട്ടെ എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ നിലക്ക് പള്ളികളിലെത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, നോമ്പ് അവസാനിപ്പിക്കുമ്പോ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഒരു പോയിന്റ്. സക്കാത്ത് കൊടുക്കാനുണ്ടോ, സദഖ കൊടുക്കാനുണ്ടോ, തൗബ ചെയ്യാനുണ്ടോ, കുറ്റങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറയാനുണ്ടോ, ഖുർആൻ പാരായണം ബാക്കിയുണ്ടോ, വ്യക്തികളുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനുണ്ടോ? ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ സക്കാത്തുൽ ഫിത്ർ, അത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മൂന്നാമത്തത് പെരുന്നാളിന്റെ മര്യാദകൾ മനസ്സിലാക്കി പരിശുദ്ധ പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പോകണം. നാലാമത്തത് സഹോദരങ്ങളെ, ഇനിയും നമ്മൾ തിരിഞ്ഞു നടക്കരുത് എന്ന ഒരു പോയിന്റാണ്. റമദാൻ എന്തൊരു സംതൃപ്തിയാണ്. പകലിൽ നോമ്പാണ്, രാത്രിയിൽ തറാവീഹാണ്, ഒഴിവ് കിട്ടുമ്പോ ഖുർആനോത്താണ്. മനസ്സിന് കിട്ടുന്ന ആത്മനിർവൃതി എത്രയാണ്, ഉള്ളിലുണ്ടാകുന്ന സമാധാനം എത്രയാണ്. ഒരു മനുഷ്യൻ സ്വകാര്യമായി ചെയ്യുന്ന തിന്മ അയാളുടെ ഉള്ളിലുണ്ടാക്കുന്ന ആത്മവിശ്വാസം, അയാളുടെ ഉള്ളിലുണ്ടാക്കുന്ന സന്തോഷം. രാത്രി നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഒരാളുടെ വാക്കുകൾക്ക് ഉറപ്പ് കിട്ടാൻ അയാൾ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ സാധിക്കുന്ന ആ നിർവൃതി നമ്മുടെ മനസ്സിലില്ലേ? നോമ്പുകൾ 26 പിന്നിട്ടപ്പോ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു കുളിര് തോന്നുന്നില്ലേ? രാത്രി നമസ്കാരങ്ങൾ വീഴ്ച വരുത്താതെ നിർവഹിച്ചവരുടെ ഉള്ളിൽ ഒരു സംതൃപ്തി തോന്നുന്നില്ലേ? സദഖകൾ കൊടുത്തവരുടെ, സക്കാത്തുകൾ നൽകിയവരുടെ ഉള്ളിൽ പടച്ചോനെ ചെയ്തിട്ടുണ്ട് സ്വീകരിക്കണേ എന്ന ഒരു മനസ്സംതൃപ്തി നമുക്ക് തോന്നുന്നില്ലേ? സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ അവസാനിപ്പിച്ചാണ്, ഫോണിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ്, കാഴ്ചകൾ പലതും ഒഴിവാക്കിയാണ്, ഉപേക്ഷിക്കേണ്ട പല തിന്മകളും മാറ്റിവെച്ചാണ് റമദാനിലെ ഇത്രയും ദിവസങ്ങൾ നമ്മൾ കടന്നുപോയത്. ഇനി ഇതാ റമദാൻ അവസാനിക്കുമ്പോ തിരിഞ്ഞു നടക്കാനാണോ പ്ലാൻ? ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. കൈയൊഴിഞ്ഞ തിന്മകളൊന്നും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരാൻ പാടില്ല, തിരിച്ചു വരാൻ പാടില്ല. ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ? നോമ്പുകാലത്ത് ഉഷാറായി നോമ്പൊലിക്കുക, മരിച്ച മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക, നിസ്കരിക്കേണ്ട സമയമായ പള്ളി കയറി നിസ്കരിക്കുക, സിനിമ ഇറങ്ങിയ അതും പോയി കാണുക, കൂട്ടുകാരന്റെ കൂടെ കൂടി വേണമെങ്കിലും തെറ്റിയ അതും ചെയ്യാ, എന്നിട്ടോ ആശ്വസിക്കാണ്, ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ നോമ്പൊലിക്കുന്നല്ലോ, ഞാൻ സദഖ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ തിന്മ എന്നൊരു പ്രശ്നമില്ല. തിന്മ പ്രശ്നമാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണോ? റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പുതപ്പിന്റെ പേരിൽ നരകത്തിൽ പോയ രക്തസാക്ഷിയെ കുറിച്ച്. തെറ്റാണ്. ഇൽമുന്ന ആൾക്കാർ പറയാം, ഞാൻ കുറെ നന്മ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ കച്ചറുണ്ടെങ്കിലും എന്നാ പറയാം. സ്വീകാര്യമല്ല. അറിയോ, തിഹാമാ പർവ്വതത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എപ്പോഴും കേൾക്കുന്ന ഹദീസ. ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങളുമായി അല്ലാഹുവിന്റെ അടുത്തേക്ക് വരുന്ന എത്ര ഉണ്ടാവുന്നറിയോ? തിഹാമാ പർവ്വതത്തോളം, ഒരു പർവ്വതത്തോളം അമലുമായി അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് അല്ലാഹു അതിലേക്ക് ഇറങ്ങി വരും. അവയെ ധൂളികളാക്കി കളയും. നിസ്കരിച്ച നിസ്കാരങ്ങളാണ്, കൊടുത്ത സക്കാത്തുകളാണ്, സദഖകളാണ്, ഖുർആൻ ഓതിയതാണ്, ദിക്ർ ചൊല്ലിയതാണ്, പാവങ്ങളെ സഹായിച്ചതാണ്, രാത്രി നിസ്കരിച്ചതാണ്. നബിയോട് ചോദിച്ചു, നബി ആരാണവർ? അവർ വേറെ ഏതെങ്കിലും വിഭാഗമാണോ? നബി പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാ, രാത്രി നിസ്കാരക്കാരാ, തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആൾക്കാരാ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിരുന്ന ആളുകളാ, രാത്രി ഉറക്കൊഴിച്ച് ഹൃദയം അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നവരാ. ഒറ്റ അമൽ അല്ലാഹു സ്വീകരിക്കൂല. എന്താ കാരണം അറിയോ? ഇദാ ഹലൗ ഇലാ മഹാരിമില്ലാഹി ഇൻതഹഖുഹാ, ഒറ്റക്കാകുന്ന സ്വഭാവം മാറുമെന്നാണ് പ്രശ്നം. ഹറാമുമായി ഒരുമിച്ചിരുന്നാൽ, ഒറ്റക്കിരുന്നാൽ അവൻ ഹറാമ് ചെയ്യും. വീട്ടിലാരുമില്ലെങ്കിൽ ബെഡ്റൂമിന്റെ വാതിലിന്റെ ബോൾട്ടിട്ട് ഞാൻ ഒറ്റക്കാണെന്ന് ഉറപ്പുവരുത്തിയാൽ, കാണാൻ പാടില്ലാത്തത് കാണാത്തവന്റെ നിസ്കാരം അല്ലാഹു വേണ്ട. കൂട്ടുകാരോടെ കൂടുമ്പോ ലഹരി നുണയുന്നവൻ, ഇമാമിന്റെ തൊട്ടുപിന്നിൽ ഫജ്റിന്റെ 2 റക്അത്ത് റവാത്തിബിനെത്തി ജമാഅത്തിൽ പങ്കെടുക്കുന്നവന്റെ ആ ജമാഅത്തുണ്ടല്ലോ, അല്ലാഹു അത് സ്വീകരിക്കുകയില്ലെന്ന. അന്ന് നോമ്പുകാലം ഗംഭീരമാക്കി. അത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇനിയും വൃത്തികേടുകളിലേക്ക് തിരിച്ചു നടക്കുകയാണോ? ഈ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ 30 ദിനങ്ങൾ കേവലം പട്ടിണികളായി മാറും. ഈ ഖുർആനോത്ത് നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ഈ തറാവീഹുകൾ നിന്ന് കാലു കണച്ചതല്ലാതെ ഒരു ഉപകാരവും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകും. അവസാനം നരകത്തിന്റെ അഗ്നിനാളങ്ങൾ നമ്മുടെ ശരീരത്തെ തിന്നു തീർക്കുന്ന ഭയാനകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് നോമ്പിന്റെ സ്പെഷ്യൽ പാർട്ടികൾ ആവില്ല നമ്മൾ. ഒരുപാട് തിന്മകൾ ഉപേക്ഷിച്ച് നോക്കി, എന്തൊരു കൗതുകമുള്ള കാഴ്ചയാണിത്. ഒരുപാട് ആളുകൾ നേരത്തെ പള്ളിയിലെത്തി,
എന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ പള്ളിയിലേക്ക് വരുന്നു. എവിടെങ്കിലൊക്കെ ജുമയിൽ പങ്കെടുക്കുന്നവരുണ്ടാകും. ശവ്വാലിന്റെ ആദ്യത്തെ ആഴ്ച ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടാവുമോ? ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് ഞാൻ ഉണ്ടാകുന്ന ഇന്ന് ജുമയിൽ പങ്കെടുക്കാൻ കാണിച്ച താല്പര്യമുണ്ടല്ലോ, ആ ശ്രദ്ധയുണ്ടല്ലോ, അതിന്റെ മരണം വരെ ഞാൻ തുടരും. ഞാൻ ഉപേക്ഷിച്ച തിന്മയുണ്ടല്ലോ, അതിന് എന്റെ ജീവിതത്തിലേക്ക് വരില്ല. അങ്ങനെ തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ അവസാന ദിവസങ്ങളിലാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഈ പള്ളിയുടെ പരിപാലനത്തിലേക്കുള്ളതാണ്. അല്ലാഹുവിന്റെ വീട്, ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു സംവിധാനം. ഇത്തരം സംവിധാനങ്ങൾ നിലനിന്നു പോവുക എന്നത് ശ്രമകരമായ ഒരു സംഗതിയാണ്. ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് ഈ റമദാനിലെ സദഖകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നീയത്തോടെ കഴിയുന്നത്ര അതിലേക്ക് നിങ്ങളുടെ സദഖകളിൽ നിന്ന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ സക്കാത്തുൽ ഫിത്റിന്റെ കാര്യം പറഞ്ഞു. ഇന്നുകൂടി അതിലേക്ക് ഇവിടെ സംഘടിതമായി നൽകുന്ന ഫിത്ർ സക്കാത്തിലേക്ക് അത് പണം സ്വീകരിക്കുന്നുണ്ട്. കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്തു തീർക്കണം. അതല്ല, നമ്മൾ എവിടെയാണോ നമ്മുടെ നാടുകളിൽ നൽകുന്നത് അവിടെ അത് കൊടുത്തു തീർക്കണം. ബാധ്യതയാണ്, നിർബന്ധമാണ്, ഫറളാണ്, വിട്ടുപോകരുത്. പെരുന്നാൾ നമസ്കാരം ഈ പള്ളി മുറ്റത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിക്കുക. സമയം നിശ്ചയിച്ചിട്ടുള്ളത് 7 മണി. 7 മണിയേക്കാൾ കുറച്ചും കൂടി മുമ്പുള്ള സമയം വേണമെന്ന ചർച്ച വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും അഫ്ളലായ സമയമാണ്. പക്ഷെ ആളുകൾ പലപ്പോഴും ഉൾക്കൊണ്ടുവരുന്നേ ഉള്ളൂ. അതുകൊണ്ട് 7 മണിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. 7 മണിക്ക് തക്ബീർ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവണം, കുടുംബസമേതം ഉണ്ടാവണം. അതിൽ ഒരു കൃത്യത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ റമദാൻ അവസാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചൊരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിച്ചൊരു അതിഥിയായിരുന്നു റമദാൻ. ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തി, മാനസികമായി സന്നദ്ധരായി സജ്ജരായി. ആ അതിഥി നമ്മോട് വിട പറഞ്ഞു പോകുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വളരെ താല്പര്യപൂർവ്വം ആളുകൾ ചെയ്തത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഞാൻ ഈ ഒരു പള്ളിയെ കുറിച്ച് അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ കുറേയധികം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, ഇഅ്തികാഫ് പോലെയുള്ള ആരാധനകളൊക്കെ നമ്മൾ പൊതുവിൽ ചെറുപ്പക്കാരെ ആക്ഷേപിച്ച പറയാറില്ല. ലഹരി പറയുമ്പോൾ, പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒക്കെ ചെറുപ്പക്കാർ, യുവാക്കൾ എന്ന് പറയാറില്ല. പക്ഷേ മൊത്തത്തിൽ നോമ്പുകാലവും അതിന്റെ ആരാധനകളൊക്കെ എടുത്തു നോക്കുമ്പോൾ മുതിർന്നവരുമുണ്ട്. കുറച്ചുകൂടി ആവേശത്തോടു കൂടി ചെറുപ്പക്കാരെ കാണുന്നു. പോസിറ്റീവുകളും നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. പള്ളിയിലെ ഇഅ്തികാഫുകളൊക്കെ പ്രത്യേകിച്ച് യുവാക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് പലയിടത്തും പല പള്ളികളിലും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. മുതിർന്നവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായം കൂടുമ്പോൾ ആരാധനകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് റിയാദുസ് സാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ ഒരു അധ്യായം തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പ്രായം ചെന്നവർ ആരാധനകൾ വർദ്ധിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മുതിർന്നവരും ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർ ശീലിച്ചു വന്ന ശീലങ്ങളെ കൂടുതൽ ശക്തമായി നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക കൂടി വേണം. അപ്പോ ഒരു അതിഥി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, പരിശുദ്ധമായ ദിവസങ്ങൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവസാനം ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയാണ്. കുറച്ചനെ സ്വീകരിക്കണേ എന്ന്. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയം പടുത്തുയർത്തിയത്. കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹ് പറഞ്ഞുണ്ടാക്കിയ ചെയ്ത ജോലി പൂർത്തീകരിച്ച് ഇബ്രാഹിം നബി പറഞ്ഞ വാചകം റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണേ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കാൻ
നമ്മുടെ തറാവീഹുകൾ സ്വീകരിക്കാൻ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ സ്വീകരിക്കാൻ, നമ്മുടെ സക്കാത്ത് സ്വീകരിക്കാൻ, നമ്മുടെ സദഖ സ്വീകരിക്കാൻ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണിത് എന്നാണ് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ വ്രതാനുഷ്ഠാനം, നമ്മുടെ സദഖകൾ, സക്കാത്തുകൾ എല്ലാം പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന സിറാത്ത് അതിവേഗതയിൽ മുറിച്ചു കടക്കാൻ ഉപകാരപ്പെടുന്ന സ്വാലിഹാത്തുകളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന വിശ്വാസ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലും ഫലസ്തീനിലെ മക്കൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ കരങ്ങളിൽ അള്ളാഹു അവർക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ, നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് കരുണ ചെയ്യുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.